ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് 8ാം ക്ലാസ്സിലെ പുതിയ സിലബസ് 2025 പുതിയ ടെക്സ്റ്റ് ബുക്ക് ക്ലാസ്സുകൾ ഇന്നു മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹിന്ദി വിന്നറിലേക്ക് സ്വാഗതം. 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ കണ്ട് നന്നായി പഠിക്കുക. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പാഠത്തിൻ്റെ പേര് എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്നാണ്. റസ്കിൻ ബോർഡിൻ്റെ ഒരു ഷോർട്ട് സ്റ്റോറിയിലെ ഒരു അഡാപ്റ്റേഷനാണ് ഈ എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന പാഠഭാഗം. അപ്പം നമുക്ക് നേരെ പാഠത്തിലേക്ക് പോകാം. എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് ദ റിവർ ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. ഗ്രാനി കുഡ് ഹിയർ ദ ഡിസ്റ്റന്റ് റോർ ഓഫ് റിവേഴ്സ് ആൻഡ് സ്മെൽ ദ പൈൻ നീഡിൽസ് ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. ഗ്രാനിക്ക് ദൂരെ നിന്നുള്ള ഒഴുകുന്ന പുഴയുടെ ശബ്ദവും ആ ഇരമ്പിക്കുന്ന ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ട്. പിന്നെ പൈൻ നീഡിലിൻ്റെ സ്മെല്ല്, ആ ഗന്ധം കിട്ടുന്നുണ്ട്. പൈൻ നീഡിൽ എന്ന് പറഞ്ഞാൽ പൈൻ മരത്തിൻ്റെ മൂത്ത ഇലയ്ക്ക് പറയുന്നതാണ് പൈൻ നീഡിൽ. ഒരു സൂചി പോലെയാണ് അതിൻ്റെ ഇല കാണാനുണ്ടാവുക, അതുകൊണ്ടാണ് ആ പേര്. അതിനൊരു പ്രത്യേക തരം ഗന്ധമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഫീൽ ദ പ്രസൻസ് ഓഫ് ഹർ ഗ്രാൻഡ് സൺ മണി. അവരുടെ ഗ്രാൻഡ് സൺ പേരക്കുട്ടി മണിയുടെ പ്രസൻസും അറിയാൻ കഴിയുന്നുണ്ട്. ഷീ കുഡിൻ സീ ദ റിവർ ഓർ ട്രീസ്. അവൾക്ക് ആ മരങ്ങളോ റിവറോ ഒന്നും കാണാൻ കഴിയുന്നില്ല. കുഡിൻ സീ ദ റിവർ ഓർ ട്രീസ്. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫുസി ഹെയർ ആൻഡ് സംടൈംസ് ഹിസ് ബ്ലാക്ക്ബെറി ഐസ് ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് മണീസ് ഫുസി ഹെയർ. അവൾക്ക് മണിയുടെ ഫുസി ഹെയർ, മങ്ങിയ മുടി, പിന്നെ അതുപോലെ സംടൈംസ്, ചിലപ്പോൾ, ഹിസ് ബ്ലാക്ക്ബെറി ഐസ്, അവൻ്റെ ബ്ലാക്ക്ബെറി പോലുള്ള കണ്ണുകൾ, ആൻഡ് ദ ഗ്ലീം ഓഫ് ഹിസ് ടീത്ത് വെൻ ഹി സ്മൈൽഡ്, അവൻ ചിരിക്കുമ്പോഴുള്ള അവൻ്റെ പല്ലിൻ്റെ തിളക്കം. ഗ്ലീം എന്ന് പറഞ്ഞാൽ തിളക്കം. ഇവ മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ, ചില സമയങ്ങളിൽ കാണാൻ കഴിയുന്ന. ഷീ കുഡ് ഓൺലി മേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ കാണാൻ കഴിയുന്നവ. ഓക്കെ. ഗ്രാനി വോർ എ പെയർ ഓഫ് ഓൾഡ് ഗ്ലാസസ്. ഗ്രാനി ഒരു പെയർ പഴയ ഗ്ലാസസ് ആണ് ധരിച്ചിരുന്നത്. കണ്ടില്ലേ? She had been wearing them for well over 10 years. മുത്തശ്ശി ഇത് 10 വർഷത്തിന് മുകളിലായി ഈ ഗ്ലാസുകൾ ധരിക്കാൻ തുടങ്ങിയിട്ട്. Her eyes had grown steadily weaker. അവളുടെ കണ്ണുകൾ നിരന്തരം വീക്കായി കൊണ്ടിരിക്കുകയാണ്. And the glasses were now scratched and spotted. ആ ഗ്ലാസസ് ആണെങ്കിലോ ഇപ്പോൾ സ്ക്രാച്ച് വീണതും പൊട്ടലുള്ളതും വിള്ളൽ വീണതും എല്ലാമാണ്. സോ there was very little she could see through them. അതുകൊണ്ട് തന്നെ ആ ഗ്ലാസ്സിലൂടെ മുത്തശ്ശിക്ക് വളരെ കുറച്ച് മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ. Mani and his father felt that it was high time Granny had her eyes tested and got herself new glasses. Granny അവൾ കണ്ണ് ടെസ്റ്റ് ചെയ്ത് പുതിയ ഗ്ലാസ് വാങ്ങേണ്ട സമയം എന്നോ കഴിഞ്ഞു പോയി എന്നും പുതിയത് വാങ്ങേണ്ട സമയമായി എന്നൊക്കെ മണിക്കും മണിയുടെ അച്ഛനും തോന്നുകയാണ്. വെൽ, യു നോ വി കാണ്ട് ഗെറ്റ് ദം ഇൻ ദ വില്ലേജ് സൈഡ് ഗ്രാനി. നിങ്ങൾക്കറിയാമല്ലോ, നമുക്ക് ഗ്ലാസ് നമ്മുടെ ഗ്രാമത്തിൽ കിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ എന്ന് മണിയോടും മണിയുടെ അച്ഛനോടും ഗ്രാനി പറയുകയാണ്. മണി സൈഡ്, യു വിൽ ഹാവ് ടു ഗോ ടു ദ ഐ ഹോസ്പിറ്റൽ ഇൻ മുസോറി. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. നിങ്ങൾക്ക് മുസോറിയിലുള്ള കണ്ണാശുപത്രിയിലേക്ക് പോകേണ്ടി വരും, ഐ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. ദാറ്റ്സ് ദ നിയറസ്റ്റ് ടൗൺ. അതാണല്ലോ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ടൗൺ. ബട്ട് ദാറ്റ്സ് എ 2-day ജേർണി, പ്രൊട്ടസ്റ്റഡ് ഗ്രാനി. പക്ഷെ അത് 2 ദിവസത്തെ യാത്രയാണ്. ഗ്രാനി എതിർപ്പ് പ്രകടിപ്പിച്ചു. ഗ്രാനി വാസ് ലുക്കിംഗ് ഫോർ എക്സ്ക്യൂസസ്. ഗ്രാനി എക്സ്ക്യൂസുകൾ തരികയായിരുന്നു. ഷീ ഡിഡ് നോട്ട് വാണ്ട് ടു ബി പാർട്ടഡ് ഫ്രം മണി. അവൾക്ക് മണിയുടെ അടുത്ത് നിന്ന് വിട്ട് മാറി നിൽക്കാൻ താല്പര്യമില്ല. അതുകൊണ്ടാണ് ഗ്രാനി എക്സ്ക്യൂസുകൾ തിരിയാൻ കാരണം എന്താണ്? ഗ്രാനിക്ക് മണിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. ഓക്കെ. He was 11 and quite capable of looking after himself. മണി ഒരു 11 വയസ്സുള്ള കുട്ടിയാണ്. അവൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയും ചെയ്യും. He was quite capable of looking after himself. സ്വന്തം കാര്യം നോക്കാൻ കഴിയുന്ന 11 വയസ്സുള്ള ഒരു കുട്ടിയാണ് മണി. But Granny had brought him up ever since his mother had died when he was only a year old. Okay. പക്ഷേ മണിക്ക്
1 വയസ്സുള്ളപ്പോൾ മണിയുടെ അമ്മ മരിച്ചുപോയി. അപ്പോൾ അതുമുതൽ ഗ്രാനിയാണ് അവനെ വളർത്തി വലുതാക്കിയത്. അതുകൊണ്ട് തന്നെ ഗ്രാനിക്ക് ഇപ്പോഴും അവനൊരു ചെറിയ കുട്ടിയാണ്. ഗ്രാനിക്ക് അവനെ വിട്ടുപോകാൻ ഒട്ടും താല്പര്യമില്ല. ബട്ട് ഗ്രാനി ഹാഡ് ബ്രോട്ട് ഹിം അപ്പ് എവർ സിൻസ് ഹിസ് മദർ ഹാഡ് ഡൈഡ് വെൻ ഹി വാസ് ഓൺലി എ ഇയർ ഓൾഡ്. ഷീ വാസ് ഹിസ് നാനി. അവൾ അവൻ്റെ നാനിയായിരുന്നു. നാനി എന്ന് പറഞ്ഞാൽ എന്താ? മുത്തശ്ശി. ഹിന്ദിയിൽ മുത്തശ്ശിക്ക് പറയുന്ന പേരാണ് നാനി. ആൻഡ് had cared of the boy and father and the cows and hens in the household with great energy and devotion. പിന്നെ എന്താ? നാനിയായിരുന്നു. അതുപോലെ തന്നെ അവൻ്റെ മണിയുടെ കാര്യങ്ങൾ, മണിയുടെ അച്ഛൻ്റെ കാര്യങ്ങൾ, പിന്നെ വീട്ടിലെ പശുവിൻ്റെ കാര്യങ്ങൾ, കോഴിയുടെ കാര്യങ്ങൾ, വീട്ടിലെ മറ്റ് ജോലികൾ എല്ലാം വളരെ എനർജിയോടെയും ഭക്തിയോടെയുമായിരുന്നു അവൻ്റെ മുത്തശ്ശി ചെയ്തിരുന്നത്. ഐ ക്യാൻ മാനേജ് ക്വൈറ്റ് വെൽ. എനിക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോഴും നല്ലപോലെ ചെയ്യാൻ കഴിയും. ഗ്രാനി സൈഡ്, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല, ഗ്ലാസ് മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്കിപ്പോഴും എല്ലാ കാര്യങ്ങളും നല്ലപോലെ തന്നെ ചെയ്യാൻ കഴിയുമെന്ന് ഗ്രാനി പറയുകയാണ്. നൗ ലിസൺ, ഇപ്പോൾ കേൾക്ക്, സൈഡ് മണീസ് ഫാദർ സ്റ്റേൺലി. മണിയുടെ ഫാദർ സ്റ്റേൺലി പറഞ്ഞാൽ പരുക്കത്തോടെ, ഇത്തിരി ഗൗരവത്തോടെ പറഞ്ഞു. ഇപ്പോൾ കേൾക്ക്. നൗ ലിസൺ, വി ആർ നോട്ട് സെൻഡിങ് യു ഓഫ് ഓൺ യുവർ ഓൺ. ഞങ്ങൾ നിങ്ങളെ ഒറ്റയ്ക്ക് വിടൊന്നുമില്ല. ഐ വിൽ ടേക്ക് യു ടു മിസോറി. ഞാൻ നിങ്ങളെ മിസോറിയിലേക്ക് കൊണ്ടുപോകും. ആൻഡ് ലീവ് മണി ഹിയർ ബൈ ഹിംസെൽഫ്. How could you even think of doing that? And leave money here by himself. How could you even think of doing that? എന്നിട്ട് മണി ഇവിടെ ഒറ്റയ്ക്ക് നിർത്തി പോവേ, നിനക്ക് എങ്ങനെയാണ് അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത് എന്ന് ഗ്രാനി ചോദിക്കുകയാണ്. Then I will take you to Missouri. എന്നാൽ ഞാൻ നിങ്ങളെ മിസോറിയിലേക്ക് കൊണ്ടുപോകാം. സൈഡ് മണി ഈഗർലി. മണി പെട്ടെന്ന് തന്നെ പറഞ്ഞു. I have been to Missouri before with my school friends. ഞാൻ ഇതിനു മുമ്പ് മുസോറിയിലേക്ക് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ടുണ്ട്. ഐ നോ വേർ വി ക്യാൻ സേ. നമുക്ക് ഇവിടെ താമസിക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. പക്ഷേ ഹി പോസ്ഡ് എ മൊമെൻറ്റ് ആൻഡ് ലുക്ക്ഡ് ഡൗട്ട്ഫുള്ളി ഫ്രം ഹിസ് ഫാദർ ടു ഹിസ് ഗ്രാൻഡ് മദർ. അവൻ ഒന്ന് നിർത്തി. ബട്ട് എന്ന് പറഞ്ഞാൽ അവനൊന്ന് നിർത്തി. ഹി പോസ്ഡ് എ മൊമെൻറ്റ്, ഒരു നിമിഷത്തേക്ക് അവൻ സംസാരം ഒന്ന് നിർത്തി. എന്നിട്ട് അവൻ്റെ അച്ഛനെ ഒന്ന് നോക്കി. എന്നിട്ട് അവിടുന്ന് നേരെ മുത്തശ്ശിയുടെ അടുത്തേക്കും ഒന്ന് നോക്കി. You wouldn't be able to walk all the way to Nain, would you, Granny? നിങ്ങൾക്ക് നെയിൻ വരെ നടക്കാൻ കഴിയുമോ ഗ്രാനി എന്ന് അവൻ മുത്തശ്ശിയോട് ചോദിക്കുകയാണ്. ഓഫ് കോഴ്സ് ഐ ക്യാൻ വാക്ക്. തീർച്ചയായും എനിക്ക് നടക്കാൻ കഴിയും, സൈഡ് ഗ്രാനി. ഐ മേ ബി ഗോയിങ് ബ്ലൈൻഡ് ബട്ട് ദർ ഈസ് നത്തിങ് റോങ് വിത്ത് മൈ ലെഗ്സ്. ഞാൻ ചിലപ്പോൾ അന്ധയാകുന്നുണ്ടാകും, എൻ്റെ കണ്ണിന് കാഴ്ച കുറയുന്നുണ്ടാകും, പക്ഷേ എൻ്റെ കാലുകൾക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ഗ്രാനി പറയാണ്. ബട്ട് യു ആർ 70 ഗ്രാനി. പക്ഷെ നിങ്ങൾക്ക് 70 വയസ്സുണ്ട് ഗ്രാനി, മണി പറയുകയാണ്. വാട്ട് ഹാസ് ദാറ്റ് ഗോട്ട് ടു ഡു വിത്ത് ഇറ്റ്? അതിനിപ്പോൾ എന്താ? അതിനിപ്പോൾ ഇതും തമ്മിൽ എന്താ ബന്ധം? 70 വയസ്സായി എന്ന് എഴുതി എന്താ കുഴപ്പമെന്ന് ഗ്രാനി ചോദിക്കുകയാണ്. ആൻഡ് ബിസൈഡ്സ് ഇറ്റ്സ് ഡൗൺ ഹിൽ ടു നെയിൻ. നെയിനിലേക്ക് ഒരു വലിയ ഇറക്കമുണ്ട്. ആൻഡ് അപ് ഹിൽ ഈസ് കമ്മിങ് ബാക്ക്. തൊട്ടടുത്ത് തന്നെ ഒരു അപ് ഹില്ലുമുണ്ട്, അതായത് ഒരു കയറ്റവുമുണ്ട്. അപ് ഹിൽ ഈസ് ഈസിയർ. കയറ്റം വളരെ സിമ്പിളാണ്, ഗ്രാനി പറഞ്ഞു. Now that she knew Mani might be accompanying her, she was more than ready to make the journey. മണി കൂടെ വരുമെന്നറിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് യാത്രയ്ക്ക് പോകാൻ സമ്മതമാണ്, അത് പോകാൻ താല്പര്യമുണ്ട്, കുഴപ്പമൊന്നുമില്ല. While we are in Missouri, we will get some seeds, bulbs and a new bell for the white cow, a pullover for your father. മുസോറിയിൽ എത്തിയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നാണ് മുത്തശ്ശി പറയുന്നത്? While we are in Missouri, മുസോറിയിലുള്ളപ്പോൾ we will get some seeds, നമുക്ക് കുറച്ച് സീഡ്സ് വാങ്ങണം, ബൾബ്സ് വാങ്ങണം, പിന്നെ എ ന്യൂ ബെൽ ഫോർ ദ വൈറ്റ് കൗ, നമ്മുടെ വെള്ള പശുവിന് ഒരു പുതിയ ബെൽ, കഴുത്തിൽ കെട്ടാൻ വേണ്ടി ഒരു പുതിയ ബെല്ല് വാങ്ങണം. ആൻഡ് എ പുള്ളോവർ ഫോർ യുവർ ഫാദർ, നിൻ്റെ അച്ഛന് ഒരു പുള്ളോവർ. പുള്ളോവർ എന്ന് പറഞ്ഞാൽ ടീഷർട്ട് പോലെ, നമ്മൾ ബട്ടൺസ് ഒന്നുമില്ലാതെ ഡയറക്റ്റ് നമ്മൾ ധരിക്കുന്ന ഡ്രസ്സില്ലേ, അത്തരം ഡ്രസ്സുകൾക്ക് പറയുന്നതാണ് പുള്ളോവർ. ആൻഡ് ഷൂസ് ഫോർ യു, നിനക്ക് ഷൂസ്. ഇത്രയും സാധനങ്ങൾ മുസോറിയിൽ എത്തിയാൽ വാങ്ങണമെന്നാണ് മുത്തശ്ശി പറയുന്നത്. നൗ ജസ്റ്റ് എ മിനിറ്റ്, ഒരു മിനിറ്റ്, സൈഡ് മണീസ് ഫാദർ, മണിയുടെ അച്ഛൻ പറഞ്ഞു. ആർ യു ഗോയിങ് ദർ ടു ഹാവ് യുവർ ഐസ് ടെസ്റ്റഡ് ഓർ ആർ യു ഗോയിങ് ഓൺ എ ഷോപ്പിംഗ് ട്രിപ്പ്? നിങ്ങൾ നിങ്ങളുടെ കണ്ണ് ടെസ്റ്റ് ചെയ്യാനാണോ മുസോറിയിലേക്ക് പോകുന്നത്, അതൊരു ഷോപ്പിംഗ് ട്രിപ്പിനാണോ പോകുന്നത്? ഐ ഗോട്ട് ഓൺലി 100 rupees ടു സ്പെയർ, എൻ്റെ അടുത്ത് ആകെ ഒരു 100 രൂപയെ ചിലവാക്കാൻ ഉള്ളൂ. യു വിൽ ഹാവ് ടു മാനേജ് വിത്ത് ഇറ്റ്, നിങ്ങൾക്ക് അത് വെച്ച് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യേണ്ടി വരും. വി വിൽ മാനേജ്, ഞങ്ങൾ മാനേജ് ചെയ്യും, സൈഡ് മണി. വി വിൽ സ്ലീപ്പ് അറ്റ് ദ ബസ് ഷെൽട്ടർ, ഞങ്ങൾ ബസ് ഷെൽട്ടറിൽ കിടന്നോളാം.
നോ വി വോണ്ട്, ഇല്ല നമ്മളവിടെ കിടക്കില്ല. ഗ്രാനി പറയാണ് നമ്മളവിടെ കിടക്കില്ല എന്ന്. ഐ ഹാവ് ഗോട്ട് 50 rupees ഓഫ് മൈ ഓൺ, എൻ്റെ കയ്യിൽ ഒരു 50 രൂപയുണ്ട്. യു വിൽ സ്റ്റേ അറ്റ് എ ഹോട്ടൽ, നമുക്കൊരു ഹോട്ടലിൽ താമസിക്കാം. ഏർലി നെക്സ്റ്റ് മോർണിംഗ്, അടുത്ത ദിവസം രാവിലെ തന്നെ, ഇൻ എ ലൈറ്റ് ഡ്രിസിൽ, ഒരു ചെറിയ ചാറ്റൽ മഴയിൽ. ലൈറ്റ് ഡ്രിസിൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചാറ്റൽ മഴ. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. ഗ്രാനി ആൻഡ് മണി സെറ്റ് ഔട്ട് ഓൺ ദ പാത്ത് ടു നെയിൻ. അവർ ഗ്രാനിയും മണിയും നെയിനിലേക്ക് യാത്ര തുടങ്ങി. മണി ക്യാരിഡ് എ സ്മാൾ ബെഡിങ് റോൾ ഓൺ ഹിസ് ഷോൾഡർ. മണി അവൻ്റെ ഷോൾഡറിൽ ഒരു ചെറിയ ബെഡിങ് റോൾ ക്യാരി ചെയ്തു. ഗ്രാനി ക്യാരിഡ് എ ലാർജ് ക്ലോത്തിങ് ഷോപ്പിംഗ് ബാഗ് ആൻഡ് ആൻ അംബ്രല്ല. ഗ്രാനി ഒരു വലിയ ഷോപ്പിംഗ് ബാഗ്, ഒരു വലിയ ക്ലോത്ത് ഷോപ്പിംഗ് ബാഗും ഒരു അംബ്രല്ലയും ക്യാരി ചെയ്തു. വെനെവർ യു ഫീൽ ടയേർഡ് വി വിൽ ടേക്ക് റെസ്റ്റ്, സൈഡ് നാനി. നിങ്ങൾക്ക് എപ്പോഴാണോ ക്ഷീണം തോന്നുന്നത് നമുക്ക് ആ സമയത്ത് റെസ്റ്റ് എടുക്കാം. മണി ഗ്രാനിയോട് പറയുകയാണ്. വി ആർ ഓൺലി ജസ്റ്റ് സ്റ്റാർട്ടഡ് ഔട്ട്, നമ്മളിപ്പോൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, നമ്മൾ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഗ്രാനി പറയാണ് വി വിൽ റെസ്റ്റ് വെൻ യു ആർ ഹംഗ്രി, നിനക്ക് വിശക്കുമ്പോൾ നമ്മൾ റെസ്റ്റ് എടുക്കും. ദേ വാക്ക്ഡ് അറ്റ് എ സ്റ്റഡി പീസ്, ഒരു നോർമൽ ഒരു വേഗതയിൽ നടന്നു. വിത്തൗട്ട് ടാക്കിംഗ് ടു മച്ച്, അധികം സംസാരിക്കാതെ. എ ഫോക്ക് ഓഫ് പാരറ്റ്സ് വിൽഡ് ഓവർ ഹെഡ്, ഒരു കൂട്ടം തത്തകൾ അവരുടെ തലയ്ക്ക് മുകളിൽ വട്ടം കറങ്ങി. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. ഫ്ലാഷസ് ഓഫ് റെഡ് ആൻഡ് ഗ്രീൻ എഗെയിൻസ്റ്റ് ദ സോംബർ സ്കൈ. ചുവപ്പും പച്ചയും കളറുകളുടെ ഫ്ലാഷുകൾ, അതായത് വെളിച്ചം. ആ സോംബർ സ്കൈ എന്ന് പറഞ്ഞാൽ ശാന്തമായ ആകാശം. സോംബർ സ്കൈ, ശാന്തമായ ആകാശം. തത്തകൾ പാറി നടക്കുമ്പോൾ എന്താണ്, ആ തത്തയുടെ നിറം, ചുണ്ടിൻ്റെ ചുവപ്പ് നിറവും അവരുടെ ശരീരത്തിൻ്റെ പച്ച കളറും എല്ലാം ആകാശത്ത് ഒരു മിന്നൽ പോലെ, ഒരു ഫ്ലാഷ് പോലെ ഇങ്ങനെ കാണുന്നുണ്ട്. There were no other sounds except from the hiss and gentle patter of the rain. മഴയുടെ ശബ്ദമല്ലാതെ അവിടെ മറ്റൊരു ശബ്ദവും ഇല്ലായിരുന്നു. മണി സ്റ്റോപ്ഡ് ടു പിക്ക് വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഫ്രം എ ബുഷ്. ഒരു ബുഷിൽ നിന്ന്, ഒരു ചെടിയിൽ നിന്ന് വൈൽഡ് ബ്ലാക്ക്ബെറീസ്, കാട്ട് ബ്ലാക്ക്ബെറീസ് പറിക്കാൻ വേണ്ടി മണി നിന്നു. ഗ്രാനി വാസ് ഇൻ ഫൗണ്ട് ഓഫ് ബ്ലാക്ക്ബെറീസ് ആൻഡ് ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ്. ഗ്രാനിക്ക് ബ്ലാക്ക്ബെറീസിനോട് വലിയ താല്പര്യമൊന്നുമില്ലാത്തത് കൊണ്ട് ഗ്രാനി അവരുടെ വേഗത കുറയ്ക്കാതെ മുന്നോട്ടേക്ക് പോയി. ഡിഡ് നോട്ട് സ്ലാക്കൺ ഹെർ പേസ് എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കാതെ. പേസ് എന്ന് പറഞ്ഞാൽ വേഗത, ഡിഡ് നോട്ട് സ്ലാക്കൺ എന്ന് പറഞ്ഞാൽ വേഗത കുറയ്ക്കാതെ. മണി ഹാഡ് ടു റൺ ടു ക്യാച്ച് അപ്പ് വിത്ത് ഹെർ. മണിക്ക് മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി, ബ്ലാക്ക്ബെറി പറിച്ചതിന് ശേഷം മുത്തശ്ശിയുടെ അടുത്തേക്ക് എത്താൻ വേണ്ടി ഓടേണ്ടി വന്നു. കാരണം മുത്തശ്ശി വേഗത കുറയ്ക്കാതെ പോവല്ലേ ചെയ്തത്. സൂൺ ഹിസ് ലീപ്സ് വെർ പർപ്പിൾ വിത്ത് ദ ജ്യൂസ് ഓഫ് ബെറീസ്. ആ ബെറികളുടെ ജ്യൂസ് കാരണം ഉടൻ തന്നെ മണിയുടെ ചുണ്ടുകൾ പർപ്പിൾ കളറായി. അത് കഴിക്കാൻ തുടങ്ങിയപ്പോൾ, ബെറീസ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ചുണ്ടുകൾ പർപ്പിൾ കളറായി. ദ റെയിൻ സ്റ്റോപ്ഡ് ആൻഡ് ദ സൺ കെയിം ഔട്ട്. മഴ നിന്നു, സൂര്യൻ പുറമേക്ക് വന്നു. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ഫീൽഡ്സ് stood out against the dark green of the forest and the hills were bathed in golden sunshine. അവരിപ്പോൾ പോകുന്ന ആ ഒരു ഏരിയ എങ്ങനെയാണ് കാണാൻ എന്നാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ബിലോ ദം ദ ലൈറ്റ് ഗ്രീൻ ഓഫ് ഫീൽഡ്സ്, ഇളം പച്ച കളറുള്ള പാടങ്ങൾ. സ്റ്റുഡ് അഗെയിൻസ്റ്റ് ദ ഡാർക്ക് ഗ്രീൻ ഓഫ് ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൻ്റെ കടും പച്ച നിറത്തിന് ഓപ്പോസിറ്റായി നിന്നു. ആൻഡ് ദ ഹിൽസ് വെർ ബാത്തഡ് ഇൻ ദ ഗോൾഡൻ സൺഷൈൻ. ആ കുന്നുകൾ എങ്ങനെയാണ്, ഗോൾഡൻ സൺഷൈൻ, സുവർണ്ണ നിറമുള്ള സൂര്യരശ്മികളിൽ കുളിച്ചതുപോലെയായിരുന്നു ആ ഹിൽസ് കാണാനുണ്ടായിരുന്നത്. മണി റാൻ അഹഡ്. മണി മുന്നോട്ടേക്ക് ഓടി. ക്യാൻ യു സീ ആൾ റൈറ്റ് ഗ്രാനി? നിങ്ങൾക്ക് എല്ലാം നല്ലപോലെ കാണാൻ കഴിയുന്നില്ലേ ഗ്രാനി? അവൻ ചോദിച്ചു. ഐ ക്യാൻ സീ ദ പാത്ത് ആൻഡ് ഐ ക്യാൻ സീ യുവർ വൈറ്റ് ഷർട്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. എനിക്ക് വഴി കാണാൻ കഴിയുന്നുണ്ട്, എനിക്ക് നിൻ്റെ വെള്ള കളറുള്ള ഷർട്ടും കാണാൻ കഴിയുന്നുണ്ട്, വെള്ള ഷർട്ടും കാണാൻ കഴിയുന്നുണ്ട്. ദാറ്റ്സ് ഇനഫ് ഫോർ ജസ്റ്റ് നൗ. ഇപ്പോഴത്തേക്ക് അത് മതി. ഗ്രാനി ആൻഡ് മണി ഏറ്റ് ദെയർ ലൈറ്റ് മീൽ. ഗ്രാനിയും മണിയും അവരുടെ ലൈറ്റ് മീൽ കഴിച്ചു. ഓൺ ദ റോഡ് സൈഡിൽ വെച്ച് അവരുടെ ലൈറ്റ് മീൽ കഴിച്ചു. ഇൻ ദ ഷെയ്ഡ് ഓഫ് വിസ്പറിംഗ് പൈൻ മരത്തിൻ്റെ തണലിൽ വെച്ച്. ആൻഡ് ഡ്രാങ്ക് ഫ്രം എ സ്പ്രിംഗ്. ഒരു സ്പ്രിങ്ങിൽ വെച്ച് അവർ വെള്ളം കുടിച്ചു. ഒരു സ്പ്രിങ്ങിൽ നിന്ന് അവർ വെള്ളം കുടിച്ചു. സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ചെറിയ അരുവി.
By late afternoon they were directly above the Nile. ഉച്ചയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർനൂണിന് ശേഷം അവർ നെയിൻ്റെ നേരെ മുകളിലെത്തി. വി ആർ ആൾമോസ്റ്റ് ദർ, നമ്മൾ ഏകദേശം അവിടെ എത്തി. സൈഡ് മണി പറഞ്ഞു. ഐ ക്യാൻ സീ ദ ടെമ്പിൾ നിയർ അങ്കിൾസ് ഹൗസ്, അങ്കിളിൻ്റെ വീടിനടുത്തുള്ള ടെമ്പിൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഐ കാൺ സീ എ തിങ്, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല, ഗ്രാനി പറഞ്ഞു. ദാറ്റ്സ് ബിക്കോസ് ഓഫ് ദ മിസ്റ്റ്, അത് മിസ്റ്റ് കാരണമാണ്. ദർ ഇസ് എ തിക്ക് മിസ്റ്റ് കമ്മിങ് അപ്പ് ദ വാലി, ഒരു തിക്ക് മിസ്റ്റ് വാലിയിലേക്ക് വരുന്നുണ്ട്. മിസ്റ്റ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ്. It began raining heavily as they entered the small market town on the bank of river. പുഴയരികിലുള്ള ചെറിയ മാർക്കറ്റ് ടൗണിലേക്ക് അവർ എൻ്റർ ചെയ്തതും കയറിയതും ഇറ്റ് ബിഗൻ റെയിനിങ് ഹെവിലി, മഴ ശക്തമായി പെയ്യാൻ തുടങ്ങി. ഗ്രാനീസ് അംബ്രല വാസ് ലീക്കിംഗ് ബാഡ്ലി, വളരെ മോശമായ രീതിയിൽ തന്നെ ഗ്രാനിയുടെ അംബ്രല ലീക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബട്ട് ദേ വേർ സൂൺ ഡ്രൈയിങ് ദംസെൽഫ് ഇൻ അങ്കിൾസ് ഹൗസ്, പക്ഷെ ഉടൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ അങ്കിളിൻ്റെ വീട്ടിലെത്തുകയും ദേ വേർ സൂൺ ഡ്രൈയിങ് ദംസെൽഫ്, സ്വയം ഉണങ്ങുകയും, അതായത് അവരുടെ നനഞ്ഞ ഡ്രസ്സൊക്കെ ഉണങ്ങുകയും ചെയ്തു. ആൻഡ് ഡ്രിങ്കിങ് ഗ്ലാസസ് ഓഫ് ഹോട്ട് സ്വീറ്റ് മിൽക്കി ടീ, എന്നിട്ട് ഒരു ഗ്ലാസ് ചൂടുള്ള മധുരമുള്ള പാൽച്ചായ കുടിക്കുകയും ചെയ്തു. Mani got up early the next morning and ran down the narrow street to bathe in the river. മണി അടുത്ത ദിവസം രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും മണി ഗോട്ട് അപ്പ് ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ആൻഡ് റാൻ ഡൗൺ ദ നാരോ സ്ട്രീറ്റ് ടു ബാത്ത് ഇൻ ദ റിവർ. എന്നിട്ടോ നാരോ സ്ട്രീറ്റിലെ ചെറിയ സ്ട്രീറ്റിലൂടെ പുഴയരികിലേക്ക് കുളിക്കാൻ വേണ്ടി ഓടിപ്പോവുകയും ചെയ്തു. ആസ് മണി ഡ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഹി ഹിയർ ദ ബ്ലെയർ ഓഫ് എ ബസ് ഹോൺ, ആ ഒരു ബസ് ഹോണിൻ്റെ മുഴക്കം കേട്ടു. ബ്ലെയർ എന്ന് പറഞ്ഞാൽ മുഴക്കം. ദർ വാസ് ഓൺലി വൺ ബസ് ടു മുസോറിയിലേക്ക് ആകെ ഒറ്റൊരു ബസ്സേ ഉള്ളൂ. ഹി സ്കാമ്പേർഡ് അപ്പ് സ്ലോപ്പ് വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്, അവൻ സ്ലോപ്പിലൂടെ ഓടിച്ചാടി പോകാൻ തുടങ്ങി. സ്ക്ലാമ്പേർഡ് എന്ന് പറഞ്ഞാൽ കുതിച്ച് ചാടി പോവുക. വണ്ടറിങ് ഇഫ് ദേ വുഡ് മിസ് ഇറ്റ്, ബസ് മിസ് ചെയ്യുമോ എന്ന് കരുതി അവൻ ഓടിപ്പോവാൻ തുടങ്ങി. ബട്ട് ഗ്രാനി വാസ് വെയിറ്റിംഗ് ഫോർ ഹിം അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഗ്രാനി ബസ് സ്റ്റോപ്പിൽ അവന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷീ ഹാഡ് ആൾറെഡി ബ്രോട്ട് ടിക്കറ്റ്സ്, അവൾ ടിക്കറ്റ് നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ദ ബസ് വാസ് ഓൾഡ് ആൻഡ് റിക്കറ്റി, പഴയതും വൃത്തിയില്ലാത്തതുമായിരുന്നു. റിക്കറ്റി എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്തത്. ആൻഡ് റാറ്റിൽഡ് സോ മച്ച് ദാറ്റ് ദ പാസഞ്ചേഴ്സ് കുഡ് ബിയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്. റാറ്റിൽഡ് സോ മച്ച്, വളരെയധികം ശബ്ദമുണ്ടാക്കിയിരുന്നു ആ വണ്ടി. ദാറ്റ് പാസഞ്ചേഴ്സ് കുഡ് ബിയർലി ഹിയർ ദംസെൽസ് സ്പീക്കിംഗ്, യാത്രക്കാർക്ക് സ്വയം പറയുന്നത് പോലും വളരെ കഷ്ടപ്പെട്ട് മാത്രമേ വ്യക്തമായി കേൾക്കാത്ത രീതിയിലുള്ള അത്രയ്ക്കും ശബ്ദമായിരുന്നു ആ ബസ് ഉണ്ടാക്കിയിരുന്നത്. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ് and whenever he went round a bend everyone in the bus was thrown about. ഡ്രൈവർ സാവധാനമായിരുന്നു ബസ് ഓടിച്ചിരുന്നത്. ദ ഡ്രൈവർ ഡ്രോവ് അറ്റ് സം സ്പീഡ് ആൻഡ് വെനെവർ ഹി വെൻറ്റ് റൗണ്ട് എ ബെൻഡ്, എപ്പോഴൊക്കെയാണോ ഡ്രൈവർ ഒരു വളവ് വരച്ചിരുന്നത്, എവരി വൺ ഇൻ ദ ബസ് വാസ് ത്രോൺ അബൌട്ട്, എല്ലാവരും ആ ബസ്സിലുള്ള എല്ലാവരും വലിച്ചെറിയപ്പെട്ടിരുന്നു. വളവൊക്കെ വളയ്ക്കുന്ന നേരെ ഓപ്പോസിറ്റിലേക്ക് ബസ്സിലുള്ള എല്ലാവരും അങ്ങ് വീണ് പോകാണ്ട് ആ സൈഡിലേക്ക് അങ്ങ് തെറിച്ചു പോകുമായിരുന്നു. In the spite of all noise and confusion, Granny fell asleep, her head resting against Mani's shoulder. ഈ എല്ലാ സൗണ്ടിൻ്റെയും ഈ എല്ലാ പ്രശ്നങ്ങളുടെയും കൺഫ്യൂഷനിലും ഇടയിൽ ഗ്രാനി മണിയുടെ ഷോൾഡറിൽ തല വെച്ച് ഉറങ്ങിപ്പോയി. സഡൻലി ദ ബസ് കെയിം ടു എ ഗ്രൈൻഡിങ് ഹാൾട്ട്. പെട്ടെന്ന് തന്നെ ബസ് ഒരു ഗ്രൈൻഡിങ് ഹാൾട്ടിലേക്ക് എത്തി. അതായത് ഒരു പെട്ടെന്ന് അത് നിന്നുപോയി. ഗ്രൈൻഡിങ് ഹാൾട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള ആ സ്റ്റോപ്പിങ്, പെട്ടെന്ന് നിൽക്കുന്നതിനെയാണ് ഗ്രൈൻഡിങ് ഹാൾട്ട് എന്ന് പറയുക. പീപ്പിൾ വെർ ത്രോൺ ഫോർവേഡ് ഇൻ ദ സീറ്റ്സ്. ആൾക്കാർ സീറ്റിൽ നിന്ന് മുന്നോട്ടേക്ക് കുതിച്ചു പോയി. ബസ് ബ്രേക്ക് പിടിച്ചപ്പോൾ എല്ലാവരും മുന്നോട്ടേക്ക് അങ്ങ് പോയി. വാട്ട്സ് ഹാപ്പണിങ്, ഹാവ് വി അറൈവ്ഡ്, എന്ത് പറ്റി, നമ്മൾ അവിടെ എത്തിയോ, ഗ്രാനി ചോദിച്ചു. നോ, സംതിങ് ഈസ് ബ്ലോക്കിംഗ് ദ റോഡ്, ഇല്ല, എന്തോ ഒന്ന് റോഡ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, മണി പറഞ്ഞു. ഇറ്റ്സ് എ ലാൻഡ് സ്ലൈഡ് എക്സ്ക്ലെയിംഡ് സമ്മൺ, അതൊരു ലാൻഡ് സ്ലൈഡ് ആണ്, ആരോ ഒരാൾ പറഞ്ഞു. ആൻഡ് ആൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോ ടു ടേക്ക് എ ലുക്ക്. ആൻഡ് ആൾ ദ പാസഞ്ചേഴ്സ് പുട്ട് ദെയർ ഹെഡ് ഔട്ട് ഓഫ് ദ വിൻഡോസ് ടു ടേക്ക് എ ലുക്ക്. എല്ലാ യാത്രക്കാരും അവരുടെ തല
ജനവാതിലൂടെ വിൻഡോയിലൂടെ പുറമേക്കിട്ട് എന്താണ് നടക്കുന്നതെന്ന് നോക്കി. ഇറ്റ് വാസ് എ ബിഗ് ലാൻഡ് സ്ലൈഡ്. അതൊരു വലിയ ലാൻഡ് സ്ലൈഡ് ആയിരുന്നു. എർത്ത്, ട്രീസ് ആൻഡ് ബുഷസ് ഹാഡ് ഗീവൺ വേ ആൻഡ് കം ക്രാഷിംഗ് ഡൗൺ കംപ്ലീറ്റ്ലി ബ്ലോക്കിംഗ് ദ റോഡ്. മണ്ണ്, എർത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി എന്നല്ല, മണ്ണാണ്. മണ്ണ്, മരങ്ങൾ, ചെടികൾ എല്ലാം കംപ്ലീറ്റ്ലി എല്ലാം റോഡും ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ താഴേക്ക് വന്ന് വീണിട്ടുണ്ട്. നോർ വാസ് ഇറ്റ് ഓവർ യെറ്റ്. അത് തീർന്നിട്ടില്ലായിരുന്നു. ഡെബ്രിസ് വാസ് ഫാളിങ് സ്റ്റിൽ. ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ വീഴുന്നുണ്ടായിരുന്നു. ഇതുവരെ വീണതിൻ്റെ ബാക്കിയുള്ള പാറക്കഷ്ണങ്ങളും മരങ്ങളും മണ്ണുമെല്ലാം ഇപ്പോഴും വീഴുന്നുണ്ടായിരുന്നു. മണി സോ റോക്സ് ഹർട്ടിലിംഗ് ഡൗൺ ദ ഹിൽ ആൻഡ് ഇൻ ടു റിവർ. റോക്സ്, പാറക്കഷ്ണങ്ങൾ കുന്നിന് താഴേക്കും പുഴയിലേക്കുമെല്ലാം വീഴുന്നത് മണി കണ്ടു. നോട്ട് എ സൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്, ഒബ്സർവ്ഡ് ഗ്രാനി ഹു കുഡിൻ സീ എ തിങ്. ഒന്നും കാണാൻ കഴിയാത്ത, അവിടെയുള്ള നടക്കുന്ന ഒരു കാര്യങ്ങളും കാണാൻ കഴിയാത്ത ഗ്രാനി പറയുകയാണ്, നോട്ട് എ സൂട്ടബിൾ പ്ലേസ് ഫോർ എ ബസ് സ്റ്റോപ്പ്. ഒരു ബസ് നിർത്തിയിടാൻ പറ്റിയ സ്ഥലമേ അല്ല. ഈവൺ ആസ് ഷീ സ്പോക്ക്, ഗ്രാനി അങ്ങനെ പറയുമ്പോഴും എ ഷവർ ഓഫ് സ്റ്റോൺസ് ആൻഡ് സ്മാൾ റോക്സ് കെയിം ക്ലാറ്ററിങ് ഡൗൺ ഓൺ ദ റൂഫ് ഓഫ് ദ ബസ്. ബസ്സിൻ്റെ റൂഫിലേക്ക് ഒരു മഴ പോലെ പാറക്കഷ്ണങ്ങളും ചെറിയ കല്ലുകളും എല്ലാം ഒഴുകി വരാൻ തുടങ്ങി. പാസഞ്ചേഴ്സ് ക്രൈഡ് ഔട്ട് ഇൻ അലാം. യാത്രക്കാരെല്ലാവരും പരിഭ്രാന്തരായി അലറി വിളിക്കാൻ തുടങ്ങി. ദ ഡ്രൈവർ ബിഗൺ റിവേഴ്സിങ്. ഡ്രൈവർ വണ്ടി റിവേഴ്സ് എടുക്കാൻ തുടങ്ങി. ആസ് മോർ റോക്സ് കെയിം ക്രാഷിംഗ് ഡൗൺ. കൂടുതൽ കല്ലുകൾ താഴേക്ക് വീഴാൻ തുടങ്ങിയപ്പോൾ ഡ്രൈവർ റിവേഴ്സ് എടുക്കാനും തുടങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ബാക്കി നമുക്ക് അടുത്ത പാർട്ടാക്കി ഇടാം. ഓക്കെ, അപ്പോൾ എല്ലാവരും രണ്ടാമത്തെ പാർട്ടും കണ്ട് ഈ പാഠം മുഴുവനായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.